ഓപ്പറേഷൻ വാര്യർ സന്ദീപ് വാര്യരെ മുൻനിർത്തിക്കൊണ്ട് തൃശ്ശൂർ പിടിക്കണമെന്നുള്ള പദ്ധതി മാറ്റി ഇനി സന്ദീപ് വാര്യർ പാലക്കാട്ടേക്ക് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായിരിക്കും ഇങ്ങനെ ഒരു മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം? അല്ല, മാറ്റത്തിന്റെ പിന്നിലേക്കൊന്നുമല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നൊരു സമയം, അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത്. അതിനുശേഷം ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതലും ചർച്ച ചെയ്തത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? ഇപ്പം പാലക്കാട് ഓൾറെഡി രാഹുൽ മാങ്കൂട്ടം വന്ന സ്ഥിതിക്ക് പാലക്കാട് ഇനിയൊരു സ്ഥാനാർത്ഥത്തിന് പ്രസക്തിയില്ല. രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും രണ്ടാം തവണയും മത്സരിക്കുന്നത് എന്നൊരു തോന്നലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉന്നയിച്ചിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. കാരണം അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കെ മുരളീധരനെ പോലൊരു നേതാവിനെ തൃശ്ശൂർ കൊണ്ടുവന്നിട്ടും അവിടെ ഹിന്ദുത്വ വോട്ടുകൾ പിടിക്കാൻ ഇവിടെ കഴിയാതെ പോയത്, അതായത് കോൺഗ്രസിന് കഴിയാതെ പോയതും CPM കഴിയാതെ പോയതും അത് മറികടക്കാൻ സന്ദീപ് വാര്യരെ പോലൊരു നേതാവിന് കഴിയും. അതായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് മാത്രമല്ല BJPയുടെ ഒരു മുഖമായിരുന്നു സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മുഖമായിരിക്കുന്ന സന്ദീപ് വാര്യർ ഏത് ചാനൽ ചർച്ചകളാണെങ്കിലും ആരെയും കൃത്യമായിട്ട് വളച്ചൊടിച്ച് കുപ്പിയിലാക്കാനും കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാനും കഴിവുള്ള ഒരു നേതാവായിരുന്നു സന്ദീപ് വാര്യർ. കൃത്യമായിട്ട് ആശയങ്ങളോടും കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള നിലപാടുകളോടും പോയൊരു നേതാവായിരുന്നു. അങ്ങനെയുള്ള സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോ ആദ്യമേ കോൺഗ്രസ് പരിഗണിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരായിരുന്നു. അല്ല, തൃശ്ശൂർ നമുക്കറിയാം ആ ഒരു സമയത്ത് കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഒരു വിഷയം വരുന്നതിന് മുൻപ് പാലക്കാടെ കുറിച്ച് ഇവർക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. പാലക്കാട് രാഹുലിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് കോൺഗ്രസിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂർ സന്ദീപ് വാര്യറിനെ നിർത്താമെന്നും നിലവിൽ BJPയുടെ ഇപ്പൊ നമുക്കറിയാം സുരേഷ് ഗോപി വന്നതിന് ശേഷം തൃശ്ശൂർ BJPക്ക് ഒരു നെഗറ്റീവ് തരംഗമുണ്ട് എന്നുള്ളത് പ്രത്യക്ഷമായി നമുക്ക് പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു വോട്ടുകളും അതുപോലെ തന്നെ കോൺഗ്രസിന്റേതായിട്ടുള്ള വോട്ടുകളും പിടിച്ചെടുത്ത് സന്ദീപ് വാര്യർ നിഷ്പ്രയാസം വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ലക്ഷ്യമായിരുന്നു കോൺഗ്രസിന് തൃശ്ശൂരെ കുറിച്ചുണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം പാലക്കാട് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്ത സന്ദീപ് വാര്യർ ഇപ്പോൾ ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അത് എത്രത്തോളം അവിടെ ഫലവത്താകുമെന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ആരെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ഒന്നും തീരുമാനിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മുഖങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അത് എല്ലാ മുഖങ്ങൾക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ആ മുഖങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രസക്തിയുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ്. ഇപ്പോൾ എവിടെ വേണമെങ്കിലും സന്ദീപ് വാര്യരെ പരിഗണിക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് മത്സരിപ്പിക്കാം. അല്ല, പാലക്കാട് കുറച്ചുകൂടി നമുക്ക് സാധ്യത കൂടുതലെന്ന് പറയാൻ സാധിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് മത്സരിച്ചൊരു വ്യക്തി ആയതുകൊണ്ടും പിന്നെ പാലക്കാട് സന്ദീപ് വാര്യറിന് പ്രത്യേകിച്ച് കുറച്ചൊരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ഒരു ഇത്ര ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസ് പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിനോട് അനുഭവമുള്ളവരോ അല്ല, മറിച്ച് സന്ദീപ് വാര്യരുടെ വ്യക്തിപരമായി താല്പര്യമുള്ള കുറച്ച് ആളുകൾ. അല്ല, സന്ദീപ് വാര്യരെ സോഷ്യൽ മീഡിയ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം വന്നതിന് ശേഷം അത് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് BJP ഹാൻഡിലിൽ നിന്നാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പം പത്മജ വേണുഗോപാലിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ കുറിച്ചത് കൺഗ്രാജുലേഷൻ മൈ ബോയ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സന്ദീപ് വാര്യർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടത്. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ട്രോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഏജന്റ് ഉണ്ടല്ലോ, തോക്കൊക്കെ പിടിച്ചുവരുന്ന ഏജന്റ്, അതേപോലെയാണ് സന്ദീപ് വാര്യരെ എല്ലാവരും നരേറ്റ് ചെയ്യുന്നത്. അതായത് BJPയിൽ നിന്നും കോൺഗ്രസിനെ തകർക്കാൻ വന്ന ഒരു ഏജന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ഹർഷ ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഓപ്പറേഷൻ സന്ദീപ് വാര്യർ. അത് തന്നെയാണ് BJPക്കാരും പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ ഓപ്പറേഷൻ സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിനെ തകർക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, വീണ്ടും വിഷ്ണുലോകമാക്കാൻ അല്ലെങ്കിൽ നിൽക്കുന്ന ഇടത്ത് നിന്ന് അത്രത്തോളം അനുകൂലമാക്കാൻ സാധിക്കുന്ന മറ്റൊരു പാർട്ടി BJPയോളം വേറെ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ കോൺഗ്രസ് പോകുമ്പോൾ അതിനെ മുതലാക്കിക്കൊണ്ട് BJPയിൽ നിന്ന് തല്ലിപ്പിരിഞ്ഞു പോകുന്ന സന്ദീപ് വാര്യരെ തന്നെ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. പക്ഷെ അത് ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് ചോദിച്ചാൽ ഈ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഇവര് BJP പറയുന്നതിൽ ന്യായം? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോ പല നേതാക്കന്മാരും ഒരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവർക്ക് പറയാൻ ആശയങ്ങളും അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവിടെ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആശയത്തിനൊത്ത് മാത്രം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ BJPയിൽ നിന്നും വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ BJPയിൽ എങ്ങനെയായിരുന്നു അതിലും കൂടുതൽ തീവ്രതയിലാണ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോ ഓരോ വേദികളിലാണെങ്കിലും പ്രസംഗങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളിലാണെങ്കിലും വരുന്നൊരു മാറ്റമുണ്ട്. ഒരു
ട്വിസ്റ്റ് ഉണ്ട്, ഒരു ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റ് നമ്മൾ കാണാതെ പോകരുത്. അത് സന്ദീപ് വാര്യർക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ. കാരണം കേരള രാഷ്ട്രീയത്തിൽ മുഖങ്ങൾക്ക് പ്രത്യേക ഒരു പവർ ഉണ്ട്. ആ പവർ കോൺഗ്രസ് പാർട്ടിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ കോൺഗ്രസ് പാർട്ടിയിൽ ഓരോ നേതാക്കന്മാരെയും എടുക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അണികൾ ഉണ്ടാകുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നത് എന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ മുഖങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കരുണാകരന്റെ കാലം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ നരേഷനാണ്, ആ മുഖങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പവർ ഉണ്ട്. ആ മുഖങ്ങളുടെ കൂടെ എപ്പോഴും ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സുധാകരനെ, കെ സുധാകരൻ, കുമ്പക്കുടി സുധാകരൻ, എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു മുഖമാണ്. കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് തലയെടുപ്പോടെ നിൽക്കുന്നൊരു ഗജവീരന്റെ പവറിലാണ് സുധാകരൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സുധാകരനോടൊപ്പം ആളുകൾ നിൽക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, മുഖം മാത്രം പോരാ, അവിടെ നിലപാടുകൾ മാത്രം പോരാ, ആശയങ്ങൾ വേണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തന്നെ സുധാകരൻ എടുത്ത നിലപാടുണ്ട്. ആ നിലപാട് അണികൾക്ക് കൂടെ നിൽക്കാനൊരു ശക്തിയാണ്. ഇനി എത്ര നീതിബോധമാണെങ്കിലും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രവർത്തകരെ സംബന്ധിച്ച് കൂടെ നിൽക്കാനുള്ളൊരു ധൈര്യം, ചേർത്ത് നിർത്തുക എന്നുള്ളൊരു പരിഗണന, ഇതാണ് അവർക്ക് വേണ്ടത്. നമ്മളിനി കേരള രാഷ്ട്രീയത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സത്യസന്ധമായിട്ട് പോകുന്ന എത്ര പാർട്ടികളുണ്ട്? വളരെ കുറച്ച് പാർട്ടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM ഇത്രത്തോളം കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടല്ലോ. ഇതേ വിഷയങ്ങൾ തന്നെ CPM-ലില്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നീതിബോധത്തോടെയും യുക്തിബോധത്തോടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സുധാകരനെ സംബന്ധിച്ച് സുധാകരന് ആദ്യ തവണ, അതായത് ഈ ഒരു വിഷയം വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്ത് രാഹുലിനെ ചേർത്ത് നിർത്തുന്ന നിലപാടെടുത്തു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ നമുക്ക് നിലനിൽപ്പുണ്ടാവും. അല്ലാതെ ഏത് വിഷയത്തിലും കൂടെ നിൽക്കുന്ന ആളെ വരെ തള്ളി പറയുന്ന ഒരു രീതിയാണെങ്കിൽ, അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ വിശ്വസിക്കത്തില്ല, കൂടെ നിൽക്കുന്നവർ തള്ളി പറഞ്ഞിട്ട് പോവും. പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വിഷയങ്ങൾ എന്താണ്? ഈ നേതാക്കന്മാരുടെ കൂടെ നിന്നിട്ടുള്ള ആളുകൾ അവരെ തള്ളിപ്പറഞ്ഞ് പോകുന്നതാണ്, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞ് അടുത്തടുത്ത ഗ്രൂപ്പുകളിലേക്ക് പോകുന്നതാണ്. കോൺഗ്രസ് സംബന്ധിച്ച് ഗ്രൂപ്പുകളാണ്, ഓരോ നേതാക്കന്മാരുടെയും ഗ്രൂപ്പുകളാണ്. അപ്പൊ ഒരു നേതാവിന്റെ കൂടെ നിൽക്കുന്ന ഒരു അണി, കലാകാലങ്ങളായിട്ട് ഒരു 10-20 കൊല്ലമായിട്ട് കൂടെ നിഴല് പോലെ നടക്കുന്ന ഒരു അണി പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ പോലും അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ചേർത്ത് നിർത്തപ്പെടുന്നില്ല എന്നൊരു തോന്നൽ. കോൺഗ്രസിലുള്ള പല ആളുകൾക്കും ഇന്നുമുള്ളൊരു വിഷയം എന്ന് പറയുന്നത് അവരെ ചേർത്ത് നിർത്തുന്നില്ല. പല കാര്യങ്ങളും ഒരു പരിപാടിയിൽ പോലും ചേർത്ത് നിർത്താതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരെ നേതാക്കളായി കഴിഞ്ഞാൽ ഇനി ഇവനെ നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ നീതിബോധങ്ങൾ തപ്പിപ്പോകുന്നതുകൊണ്ടാണ്. കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു നേതാവിന്റെ കൂടെ ആരും നിൽക്കത്തില്ല. അതൊരു യുക്തിബോധമാണ്. ആ യുക്തി ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട നിലപാടുകളുണ്ട്. ആ നിലപാട് ഇപ്പോൾ കോൺഗ്രസ് എടുത്തുള്ള നിലപാട് കൃത്യമായിട്ടുള്ള നിലപാടാണ്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തുക. പക്ഷേ മാറ്റി നിർത്തുമ്പോൾ പോലും അതിന് കൃത്യമായിട്ടുള്ളൊരു ക്രമം വേണമായിരുന്നു, നടപടിക്രമങ്ങൾ വേണമായിരുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം വരുമ്പോൾ ഇന്ന കേസുകളുണ്ട്, അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ നിലപാടെടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് അണികളെ ബോധിപ്പിക്കാൻ കഴിയാം. അല്ലാതെ പരക്കെ ഒരു വിഷയത്തിൽ, അതായത് പരാതി ഇല്ലാത്തൊരു സമയത്ത് കോടതിക്കോ പോലീസിനോ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തതിലാണ് കോൺഗ്രസിലെ അണികൾ പോലും കോൺഗ്രസിനെതിരെ തിരിഞ്ഞൊരു സാഹചര്യം ഉണ്ടായത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്ദീപ് വാര്യരെ ഇനി ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പോകുന്നത് പാലക്കാട് തന്നെയായിരിക്കും. ആ പാലക്കാട് ചൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണം രാഹുലിന്റെ ഇത്രയും വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും സന്ദീപ് വാര്യർക്ക് കൃത്യമായിട്ടൊരു പ്ലേസ് പാലക്കാടുണ്ട്. അപ്പം പാലക്കാടിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം ചരിത്ര ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് വിജയിച്ചിട്ടുള്ളത്. അപ്പം അതിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴുള്ള വിഷയങ്ങളോ ഇനി വരാൻ പോകുന്ന വിഷയങ്ങളും അതിനെയെല്ലാം മറികടന്ന് രാഹുൽ നേടിയതിനേക്കാൾ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കണമെങ്കിൽ അതിന് കഴിയുന്ന ഒരേ ഒരു നേതാവ് ഇപ്പോൾ നിലവിൽ സന്ദീപ് വാര്യരാണുള്ളത്.